നമ്മളിപ്പോൾ +1 കെമിസ്ട്രിയിലെ മുഴുവൻ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. +1 കെമിസ്ട്രിയിലെ 14 ചാപ്റ്റേഴ്സും അതിഗംഭീരമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് മോഡൽ എക്സാമിന് തൊട്ട് മുൻപും പബ്ലിക് എക്സാമിന് തൊട്ട് മുൻപും ഈ 14 ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റിവിഷൻ ടൈമിൽ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ചാപ്റ്റേഴ്സിന്റെ ഓർഡറിലല്ല പഠിച്ചു പോവേണ്ടത്, മറിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാൻ. അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കുവാനായിട്ട്. വെയിറ്റേജ് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലാസ്റ്റിലോട്ട് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് വേണം പഠിക്കാൻ. അതാണ് ശരിക്കുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അതായത് അല്ലാതെ ചാപ്റ്റർ വൈസ് ഇങ്ങനെ 1, 2, 3 എന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ ആ റിവിഷൻ ചെയ്യാൻ സമയമില്ലാതെ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് കിട്ടുക എന്നത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് +1 കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, ഒന്നാമത് നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് 6 മാർക്കാണ്. ഓക്കെ, ഇതെത്ര വലിയ ചാപ്റ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 6 മാർക്കുള്ള ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. ശേഷം കെമിക്കൽ ബോണ്ടിങ് ആണ് അടുത്ത വെയിറ്റേജ് കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്റർ. അതിനും എത്ര മാർക്കാണ്? 6 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. തെർമോഡൈനാമിക്സ് 6 മാർക്കിനാണ്. അതുപോലെ തന്നെ 2 ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് ബേസിക് കൺസെപ്റ്റ് പറയുന്നത് മാത്രമല്ല, രണ്ടാമത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 2 ചാപ്റ്റർ മൊത്തമായിട്ട് 1, 2, 3, 4, 5 ഈ 5 ചാപ്റ്റേഴ്സ് വെയിറ്റേജ് വളരെ കൂടുതലുള്ള ചാപ്റ്ററാണ്. 30 മാർക്കിനും ഈ 5 ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, 14 ചാപ്റ്റേഴ്സിൽ നിന്ന് 60 മാർക്കിനാണ് ചോദ്യം ഉണ്ടായിരിക്കുക. അതിൽ 30 മാർക്കിനും ചോദ്യം ഏതിൽ നിന്നാണ്? ഈ 5 ചാപ്റ്ററിൽ നിന്നാണ്. 1, 2, 3, 4, 5 ഈ 5 ചാപ്റ്ററാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത വെയിറ്റേജ് കുറവുള്ള 5 വെയിറ്റേജ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഏത് നോക്കണം? 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വിലിബ്രിയമാണ് നിങ്ങൾ നോക്കേണ്ടത്. ദെൻ വെയിറ്റേജ് അടുത്തത് കുറവ് ഏതാണ്? 4 മാർക്കാണ്. അതിന് ഓർഡറിൽ വരാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നോക്കുക. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നോക്കുക. ദെൻ പി ബ്ലോക്ക് നോക്കുക. ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 4 മാർക്കിനുള്ള ചാപ്റ്റേഴ്സ്. ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നു. ശേഷം 3 മാർക്കിന് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. റിഡോക്സ് റിയാക്ഷൻസ്, ഹൈഡ്രജൻ ഉണ്ട്, എസ് ബ്ലോക്ക് ഉണ്ട്. ഏറ്റവും കുറവ് ചാപ്റ്റേഴ്സ്, ഏറ്റവും കുറവ് മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? എൻവിയോൺമെന്റൽ കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ വെയിറ്റേജ് നല്ലപോലെ മനസ്സിലാക്കി വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം നിങ്ങൾ പഠിക്കുന്നു. ദെൻ ആ വെയിറ്റേജ് കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പഠിച്ചു തീർക്കുവാനായിട്ട്. മുഴുവൻ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാനുള്ള സമയം അനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസത്തിനും ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. +1 മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും തലേ ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തലേ ദിവസങ്ങളിൽ മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ചോദ്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് +1 ഫുൾ മാർക്ക് നേടുവാനായിട്ട്. ഇത് സൈലത്തിന്റെ ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഓരോ എക്സാമിൻ്റെയും തലേ ദിവസമുള്ള മാരത്തോൺ ലൈവിൽ പങ്കെടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റിനും എൻ്റെ മക്കൾ എല്ലാവരും ആൻസർ ചെയ്യണം. അത് ഗംഭീരമായിട്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാരത്തോൺ ലൈവിൽ കാണാം. അപ്പോൾ ബൈ.